സിന്ധു നദീജല കരാർ യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത ഉടമ്പടി. പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ പ്രഹരം. പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാന് മേൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും. ഭീകര ആക്രമണത്തിന് പാകിസ്ഥാൻ സഹായം നൽകിയെന്നാരോപിച്ച് ഇന്ത്യ 5 നടപടികൾ പ്രഖ്യാപിച്ചു. അട്ടാരി അതിർത്തി അടയ്ക്കുക, പാക് പൗരന്മാർക്ക് യാത്രാവിലക്ക്, പാക് പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടുക, നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ്റെ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാകുമെന്ന് വിലയിരുത്തലുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ പാകിസ്ഥാന് ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നതും കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയാണ്. പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലകളിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കും ഈയൊരവസ്ഥ. സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെ പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമാണ് ആശ്രയിച്ചിരുന്നത്. ഈയൊരു കരാർ റദ്ദാകുന്നതോടുകൂടി പാകിസ്ഥാനിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ വെള്ളം കൂടിയാണ് മുട്ടുന്നത്. പഹൽഗാമിൽ സംഭവിച്ച ഈയൊരു കാര്യത്തിന് മുന്നോടിയായി ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ തന്നെ ടെററിസ്റ്റ് ആക്രമണങ്ങളും ജമ്മു കാശ്മീരിൽ നടന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും തന്നെ ഇന്ത്യ കൈക്കൊള്ളാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു നടപടി തന്നെയാണ് കൈക്കൊണ്ട നടപടികളിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ളതും കുടിക്കാൻ ജലമില്ലാത്ത ഒരവസ്ഥ പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു വ്യവസ്ഥ. ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സമയത്തും ഒരുപാട് തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായ സമയത്തും ഇതുപോലുള്ളൊരു നിയമ നടപടി കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ തീരെ സഹിക്കവയ്യാതെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ഒരു നടപടി റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. വെക്കേഷൻ സമയമായതിനാൽ കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ പഹൽഗാമിൽ സന്ദർശനത്തിനായി എത്തിയിരുന്നു. വിനോദസഞ്ചാരത്തിൽ ഉൾപ്പെട്ട അവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു മഹാദുരന്തം വന്നു ഭവിച്ചത്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി സിന്ധു നദീതടങ്ങളിൽ BC 3300 മുതൽ BC 1500 വരെ ഉണ്ടായിരുന്ന ഒരു വെങ്കല യുഗ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. പ്രാചീന ഈജിപ്ത്, മെസ്സപ്പൊട്ടോമിയ എന്നിവയോടൊപ്പം വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നിവയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആവിർഭവിച്ച 3 ആദ്യകാല സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വിസ്തൃതി പരിഗണിക്കുമ്പോൾ ഇവ 3ലും വച്ച് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നത് വടക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുടങ്ങി പാകിസ്ഥാൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഈ സംസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. ഇന്ത്യയിലെ സിന്ധു നദീതടത്തിലെ ജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ഉടമ്പടി 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും കൊടുത്തു. ഈ ഒരു വ്യവസ്ഥയിൽ പെടുന്നതാണ് സിന്ധു നദി. അങ്ങനെ ജലം പങ്കുവയ്ക്കും എന്നുള്ളതായിരുന്നു കൂടിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യവസ്ഥ. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകിയതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ? പ്രത്യേക യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാൻ്റെ പേടിയിൽ നിന്നുമാണ് ഇത്തരമൊരു കരാർ ഉടലെടുക്കുന്നത്. 1960 ഈ കരാർ അംഗീകരിച്ചതിന് ശേഷം വെള്ളത്തിനായി ഇന്ത്യയിലും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായിട്ടില്ല. കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായിരുന്നു സിന്ധു നദീജല ഉടമ്പടി. കാലാവസ്ഥാ വ്യതിയാനത്തെയും മറ്റു ചില കാര്യങ്ങളും ഉൾപ്പെടുത്തി കരാർ പുതുക്കേണ്ടതാണെന്ന അഭിപ്രായം നിലവിലുണ്ട്. കരാർ പ്രകാരം സിന്ധു നദിയിലെ 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവൂ.
ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ 2025 ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. ഈയൊരു കരാർ മരവിപ്പിച്ചതോടെ കോടാനുകോടി ജനങ്ങൾക്ക് ജലം ലഭിക്കാതെ വരും. അവിടെയുള്ള കൃഷിയുടെ അവസ്ഥ വളരെ മോശമായ രീതിയിൽ പോകും. വരൾച്ച, അതുമൂലമുണ്ടാകുന്ന മറ്റ് പല പ്രശ്നങ്ങൾ ഒരു സമൂഹത്തിൻ്റെ തന്നെ മുഴുവൻ സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം. വടി കൊടുത്ത് അടി വാങ്ങി എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പലതവണയായി നടന്ന യുദ്ധങ്ങളിൽ പോലും ഇന്ത്യ ഒരിക്കൽ പോലും ഇത്തരമൊരു കരാർ മരവിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. തീരെ സഹിക്കവയ്യാതെ ആയപ്പോഴാണ് ഇത്തരമൊരു തീരുമാനത്തിലോട്ട് ഇന്ത്യ എത്തിച്ചേർന്നത്. ഏതൊരു പ്രതിസന്ധി നമുക്ക് മുന്നിൽ വരുമ്പോഴും ആദ്യം അത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. ഭീകരന്മാരോ അല്ലെങ്കിൽ അത് മുഖാന്തരമായി ബന്ധപ്പെട്ട ആൾക്കാരുമല്ല. പഹൽഗാമിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ആരാരെയാണ് ലക്ഷ്യം വെച്ചത്, എന്നാൽ അവിടെ ഇരയായത് പാവപ്പെട്ട അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അനിയത്തി, വെക്കേഷൻ ആസ്വദിക്കാൻ വന്ന പാവപ്പെട്ട വിനോദസഞ്ചാരികളായിട്ടുള്ള ആൾക്കാർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു മാരകമായ ടെററിസ്റ്റ് ആക്രമണം നടന്നിട്ടുള്ളത്. എല്ലാ രാജ്യസ്നേഹികളും ഈ ഒരു അവസ്ഥയിൽ വളരെ അങ്ങേയറ്റം വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. പഹൽഗാം പോലുള്ള, പുൽവാമ പോലുള്ള ഒരാക്രമണവും ഇനി നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.